ഇനി നോക്കാം തെക്ക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ടാറ്റ പഞ്ചിന് തലവേദനയായി ഹ്യുണ്ടായിയുടെ മൈക്രോ SUV ആയ എക്സ്റ്റർ ഇന്ത്യൻ കാർ വിപണിയിൽ മികച്ച സ്വീകാര്യത നേടുന്നു. ടാറ്റ പഞ്ചിന് കനത്ത വെല്ലുവിളി ഉയർത്തി 2023 ജൂലൈയിൽ ലോഞ്ച് ചെയ്ത ഈ വാഹനം ചുരുങ്ങിയ കാലം കൊണ്ട് 2 ലക്ഷം യൂണിറ്റ് വിൽപ്പന എന്ന നാഴികക്കല്ലിനരികെ എത്തിയിരിക്കുകയാണ്. കുറഞ്ഞ വിലയും പ്രായോഗിക സവിശേഷതകളും സ്റ്റൈലിഷ് രൂപകൽപ്പനയും എക്സ്റ്ററിനെ വിപണിയിലെ ഹിറ്റ് മോഡലാക്കി മാറ്റുകയാണ്. സിയാം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025 ഡിസംബർ അവസാനത്തോടെ എക്സ്റ്ററിന്റെ ആകെ വിൽപ്പന 1,99,289 യൂണിറ്റുകളിലെത്തി. 2 ലക്ഷം വിൽപ്പന കൈവരിക്കാൻ ഇനി 711 യൂണിറ്റുകൾ മാത്രമാണ് ബാക്കി. 2026 ജനുവരി ആദ്യവാരത്തിൽ തന്നെ ഈ ലക്ഷ്യം കൈവരിക്കുമെന്നാണ് വിലയിരുത്തൽ. ലോഞ്ച് ചെയ്തതിനു ശേഷം വെറും 13 മാസത്തിനുള്ളിൽ 1 ലക്ഷം യൂണിറ്റ് വിൽപ്പന കൈവരിച്ച എക്സ്റ്റർ തുടർന്നുള്ള മാസങ്ങളിൽ വിൽപ്പന വേഗം വർദ്ധിപ്പിച്ചാണ് ഈ നേട്ടത്തിനരികെ എത്തിയത്. ഇന്ത്യൻ മൈക്രോ SUV സെഗ്മെന്റിൽ ഏറെക്കാലമായി മുന്നിലുള്ള ടാറ്റ പഞ്ചിന് എതിരാളിയായാണ് ഹ്യുണ്ടായി എക്സ്റ്റർ മാറിയിരിക്കുന്നത്. വിൽപ്പന കണക്കുകൾ തന്നെ ഈ മത്സരം ശക്തമാക്കുന്നതിന്റെ സൂചനയാണ്. ഏകദേശം 30 മാസത്തിനുള്ളിൽ 2 ലക്ഷം യൂണിറ്റിലേക്ക് അടുക്കുന്ന വിൽപ്പന ഈ കാറിന്റെ വിപണി സ്വീകാര്യത വ്യക്തമായി കാണിക്കുന്നു. പെട്രോൾ CNG എഞ്ചിൻ ഓപ്ഷനുകളിലാണ് എക്സ്റ്റർ ലഭിക്കുന്നത്. മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വകഭേദങ്ങളും ഉണ്ട്. വിലയുടെ കാര്യത്തിൽ എക്സ്റ്ററിന്റെ എക്സ് ഷോറൂം വില 5.74 ലക്ഷം രൂപയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ടോപ്പ് വേരിയന്റിന് 9.61 ലക്ഷം രൂപ വരെ വിലയുണ്ട്. ചില നഗരങ്ങളിൽ ഓൺ റോഡ് വില 6.18 ലക്ഷം രൂപ മുതൽ ആരംഭിക്കുന്ന ഈ വാഹനം ടാറ്റ പഞ്ച്, നിസാൻ, മാഗ്നറ്റ്, സിട്രോൺ E3 തുടങ്ങിയ മോഡലുകളുമായി ശക്തമായ മത്സരമാണ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹുരാഷ്ട്ര കൊമേഴ്സ് ടെക് ഭീമനായ ആമസോൺ വൻ കൂട്ടപ്പിരിച്ചുവിടലിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ജനുവരി 27 മുതൽ പിരിച്ചുവിടൽ അറിയിപ്പുകൾ നൽകി തുടങ്ങുമെന്നും ആദ്യഘട്ടത്തിൽ ഏകദേശം 16,000-ഓളം ജീവനക്കാരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുമെന്നും റിപ്പോർട്ടുകൾ. 2 ഘട്ടങ്ങളിലായി ആകെ 30,000 ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനാണ് ആമസോൺ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ 14,000-ഓളം ജീവനക്കാരെ കമ്പനി പിരിച്ചുവിട്ടത്. നിർമ്മിത ബുദ്ധി തൊഴിൽ രംഗത്ത് സൃഷ്ടിച്ച മാറ്റങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുത്താനാവാത്തതാണ് പുതിയ പിരിച്ചുവിടലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എന്നാൽ ഈ നീക്കം നടപ്പായാൽ 2023-ൽ 27,000 ജീവനക്കാരെ പിരിച്ചുവിട്ടതിനു ശേഷം ആമസോൺ നടത്തുന്ന ഏറ്റവും വലിയ കൂട്ടപ്പിരിച്ചുവിടലായിരിക്കും ഇത്. ചെലവ് ചുരുക്കലും പ്രവർത്തന പുനഃസംഘടനയും ലക്ഷ്യമിട്ടാണ് കമ്പനി കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നതെന്നാണ് വിലയിരുത്തൽ. പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട സൂചനകൾ ആമസോൺ ജീവനക്കാർ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ആമസോൺ വെബ് സർവീസസ്, റീറ്റെയിൽ, പ്രൈം വീഡിയോ, ഹ്യൂമൻ റിസോഴ്സ് വിഭാഗങ്ങളിലെ ജീവനക്കാരെയാണ് പ്രധാനമായും ഈ നടപടി ബാധിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. കോവിഡ് കാലത്തെ വൻ പിരിച്ചുവിടലുകൾക്ക് പിന്നാലെ വ്യാപകമായി നിയമനങ്ങൾ നടത്തിയ ആമസോൺ നിലവിൽ ചെലവ് നിയന്ത്രണത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനനുസരിച്ച് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുമെന്ന് ആമസോൺ CEO ആൻറ്റി ജാസി നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.